ശ്രീ അഷ്റഫ്, ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലീസ് വിമർശനം കേട്ട് അങ്ങേക്ക് വേദനിക്കേണ്ട. താങ്കളടക്കമുള്ള പോലീസുകാർ അന്ന് ചെയ്ത കഠിനമായ പണിയെപ്പറ്റി നല്ല ബോധ്യം എനിക്കുണ്ട്. ശ്രീ അഷ്റഫ്, നോക്കൂ, പോലീസ് പിടിക്കുമ്പോൾ എല്ലും തോലുമായിരുന്നവൻ പിന്നീട് കാണുമ്പോൾ നന്നായി തടിച്ച് കവിളൊക്കെ തുടുത്ത് മുടിയൊക്കെ മനോഹരമായി ചീകി ഒരു 17-കാരൻ കാമുകന്റെ പാൽപുഞ്ചിരിയുമായി കാണപ്പെട്ടതാണ്. അയാൾ രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നു, ചോറ് മാറ്റി ചപ്പാത്തിയാക്കുന്നു, വ്യായാമങ്ങളിൽ വെയിറ്റ് കുറയ്ക്കുന്നു. 8 മാസം കൊണ്ടെന്താണ് മൊഴി. ഇരുമ്പ് കമ്പി പതുക്കെ പതുക്കെ അറക്കുന്നു, പുറത്തു ചാടി ആ ബ്ലോക്കിന്റെ ചുറ്റുമതിൽ ആദ്യം ചാടുന്നു, പിന്നെ ഇരുമ്പ് വേലി ഫെൻസിങ്ങോട് കൂടി 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ഏതോ പുതപ്പും ബെഡ്ഷീറ്റ് കൂട്ടിക്കെട്ടി കയറുപോലെയാക്കി എറിഞ്ഞിട്ട് കുരുക്കി കെട്ടി വലിഞ്ഞു കയറി അപ്പുറത്ത് ചാടുന്നു. ഈ പ്രക്രിയ അതീവ സുരക്ഷാ ജയിലിൽ ആരും അറിഞ്ഞിട്ടുമില്ല. അതെങ്ങനെയാണ് സാർ? ആഷിമേ, ഇന്ന് കാലത്ത് ഈ വാർത്ത ഞാൻ അറിഞ്ഞതോട് കൂടിയിട്ട് ഭയങ്കര ഞെട്ടലോടെയാണ് ഞാൻ വാർത്ത കേൾക്കുന്നത്. കാരണം എന്താണെന്നറിയാം, എനിക്ക് ഈ ഗോവിന്ദസ്വാമി അറിയാം. അവൻ ആരാണ്, അവൻ എന്താണ്, അവൻ എങ്ങനെയാണെന്നുള്ളത്. ഈ കേസിൻ്റെ ആദ്യം മുതൽ, ഈ കേസ് റിപ്പോർട്ടാവുന്ന അന്ന് മുതൽ ഈ കേസിൻ്റെ ട്രയൽ കോടതിയിലും ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്ക് ഫുള്ളായി ചെയ്യുന്നതിന് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥനെ സഹായിച്ച ആൾ ഞാനാണ്. അതേമാതിരി ഇതിൻ്റെ ട്രയൽ കോടതിയിൽ, ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷന്, കുറേറ്റീവ് പെറ്റീഷനൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോയിരുന്ന ആൾ ഞാനാണ്. അപ്പോൾ എനിക്ക് ഗോവിന്ദസ്വാമി അറിയാം, വ്യക്തമായിട്ടറിയാം. ഇവൻ ചാടി എന്ന് പറയുമ്പോൾ പേടിയായിരുന്നു മനസ്സിൽ. കാരണം ഇവന് ചാടിയിട്ട് ഇവൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെയും ജീവിക്കാൻ ഒരു ജീവിതത്തിന് വേണ്ടി ചാടിയതല്ല, അച്ഛനും അമ്മയുടെയും കൂടെ ജീവിക്കാൻ ഒരു ജീവിതത്തിന് വേണ്ടി ചാടിയതല്ല, അല്ലെങ്കിൽ കൂട്ടുകാരോടൊത്ത് ജീവിക്കാൻ ഒരു ജീവിതത്തിന് വേണ്ടി ചാടിയതല്ല, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ കൂടെ ജീവിക്കാൻ ഒരു ജീവിതത്തിന് വേണ്ടി ചാടിയതല്ല. അങ്ങനെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു ഏകനായ ഒരു മനുഷ്യനാണ്. അവൻ ചാടുന്നത് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്തായാലും സൗമ്യയുടെ അമ്മ അവിടെ ഇരിക്കേണ്ടതിൽ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഞാനിവനെ പിടിച്ച സമയത്തൊക്കെ ഇവൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ്. കാരണം എന്നോട് പറയുന്നത്, സാർ ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും പാൽപ്പായസം കണ്ടിട്ട് ഇട്ടെറിഞ്ഞ് പോരാൻ പറ്റുമോ? കാരണം വീണ് തല പൊളിഞ്ഞ് 10-24 പല്ലുകളൊക്കെ നഷ്ടപ്പെട്ട് മൃതപ്രായമായിട്ട് ഇരിക്കുന്ന ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെയാണ് ഇത്തരത്തിൽ അവൻ ക്രൂരമായി പീഡിപ്പിച്ചത്. മാത്രമല്ല ഇവന് അവന് ഡോക്ടറോട് പറഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങളോടും പറഞ്ഞതൊക്കെ, ഇവൻ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരാണിനെ ഭോഗിക്കണം, മദ്യം കഴിക്കണം, മയക്കുമരുന്ന് കഴിക്കണം. ഇത്തരമൊരു സ്വഭാവമുള്ള മാത്രമാണ് ഇവൻ. ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്. ഇവന്റെ പേരിൽ നിരവധി കേസുകളിൽ സംസ്ഥാനത്ത്, തമിഴ്നാട്ടിൽ. അമ്മ നന്ദി. അമ്മ ഇത് കേൾക്കണ്ട കേട്ടാ പിന്നെ അത് സങ്കടമാണ്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇത് മൊഴിയുടെ രൂപത്തിൽ വന്നതാണ്. അങ്ങേയറ്റം ക്രൂരമാണ്. അമ്മയ്ക്കത് കേട്ടാൽ ചിലപ്പോൾ അത് ഇനിയും പഴയ കാര്യങ്ങൾ ഓർക്കുകയും ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഓർമ്മ വരും. അമ്മ ഇറങ്ങിക്കോ. സങ്കടപ്പെടേണ്ട, അമ്മ ഇറങ്ങിക്കോ. എന്ന് പറഞ്ഞാലേ ഇത് ഇനി ഈ നാട്ടിൽ നമ്മളൊക്കെ ഉള്ളിടത്തോളം കാലം അവനിറങ്ങി ആരെ ഒന്നും ചെയ്യുമൊന്നുമില്ല. നമ്മളൊക്കെ ഇല്ലേ ഇവിടെ? അല്ല, ഈ നാടിൻ്റെ ജാഗ്രത കണ്ടതല്ലേ? അവനെ പിടിച്ച് തൂക്കിയാകത്തിട്ട് നമ്മൾ കണ്ടതല്ലേ? ശ്രീ അഷ്റഫ്, അമ്മ ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. അഷ്റഫ് ഓർത്തു നോക്കണം, ഇയാൾ ആ റെയിൽപാളത്തിൽ ചോരയിൽ കുളിച്ചു കിടന്ന ഒരു കൊച്ചിനെ കൊന്നു കളഞ്ഞിട്ട് പറഞ്ഞത്, ചിരിച്ചുകൊണ്ട് നിങ്ങളോട് പറഞ്ഞത്, വഴിയരികിൽ പാൽപ്പായസം കണ്ടാൽ കുടിക്കാതെ ആരെങ്കിലും ഇരിക്കുമെന്ന് ചോദിക്കുന്നത്. അവന് ബിരിയാണി വേണമെന്നൊരു പരാതി കൊടുത്തു. അവന് കഴിക്കാൻ ബിരിയാണി വേണം എന്നുകൊണ്ട് പരാതി കൊടുത്തു. അവന് ജയിലിൽ കള്ളും പെണ്ണും കിട്ടാത്ത പ്രശ്നമായിരുന്നു അല്ലേ? ബിരിയാണി, അതെ, തീർച്ചയായിട്ടും. അവൻ ജയിലിൽ ബിരിയാണി കിട്ടാത്തതിൻ്റെ പേരിൽ ജയിലിലെ ഉപകരണങ്ങൾ തല്ലി തകർത്തതിന് അവൻ്റെ പേരിൽ PDPP കേസ് എടുത്തിട്ട് ആ കേസിൽ അവനെ 3 മാസത്തോളം ശിക്ഷിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. PDPP കേസ് എടുത്തിട്ട്. ഹലോ, കേൾക്കാം സാർ, പറയൂ. 3 മാസത്തോളം ശിക്ഷിച്ചു എന്നാണ് പറഞ്ഞു, ബിരിയാണി കിട്ടാത്തതിൻ്റെ പേരിൽ. ഇവൻ ഞങ്ങളോട് പറഞ്ഞത്, അവന് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു ചെക്കനെ ഭോഗിക്കാൻ കിട്ടണം, അല്ലെങ്കിൽ മദ്യം വേണം. ഇത് നിങ്ങൾക്ക് തന്നൂടെ, എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യൂ എന്നാണ് പറഞ്ഞത്. ഭയങ്കര ആരോഗ്യവാനാണ്. നമുക്ക് അവനെ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനായ ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു 6 അടികളിലൊക്കെ ഉള്ള ഒരു പോലീസ് ഓഫീസറാണ്. എന്നെ പോലെയുള്ള 2-3 പോലീസുകാർ, 3-4 പോലീസുകാരും ഇവനെ പിടിച്ച ആ സമയത്ത് ഇവൻ്റെ കൈയൊന്ന് പിടിച്ച് ഒതുക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ഞാനൊക്കെ വേർത്ത് പോയി. അതാണ് അവൻ്റെ ആരോഗ്യസ്ഥിതി, അതാണ് അവൻ്റെ മെൻ്റൽ പവറും അവൻ്റെ മറ്റേ ബോഡി പവറും. അപ്പോൾ അവന് ആരോഗ്യമില്ല. ഈ പെൺകുട്ടി 50ഓളം കിലോ വെയിറ്റുള്ള ഈ പെൺകുട്ടി വീണ് കിടന്ന റെയിൽപ്പാളത്തിൻ്റെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് മറ്റൊരു റെയിൽപ്പാളത്തിന് 50 മീറ്ററോളം മാറിയിട്ടുള്ള വേറൊരു റെയിൽപ്പാളത്തിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഇത്തരം ക്രൂരമായ കുറ്റകൃത്യം ചെയ്തത്. അത് ഒറ്റ കൈ കൊണ്ട് പൊക്കിയെടുത്തിട്ട് കൊണ്ടുവരുന്നതല്ലേ, മറ്റൊരാളുടെ സഹായമില്ലാതെ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇതിലപ്പുറം ചെയ്യാൻ പ്രാപ്തനാണ് അവൻ. അല്ല ശ്രീ അഷ്റഫ്,
അല്ല സി അഷ്റഫ് ഇനി ഇയാൾ എത്ര കരുത്തനും എത്ര കരുത്തനാണെന്ന് നോക്കൂ. ഓർത്ത് നോക്കൂ, ഇയാളാണെങ്കിൽ ഈ കമ്പി, ഈ ജയിലിന്റെ കമ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ GI പൈപ്പ് അല്ലല്ലോ, പ്ലാസ്റ്റിക്കിന്റെ PVC പൈപ്പ് ഒന്നുമല്ലോ, നല്ല ഉരുക്ക് കമ്പിയാണ്. അത് അയാൾ 4 കമ്പി അറക്കുന്നുണ്ട്. അത് ആക്സോ ബ്ലേഡ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ സാൻഡ് പേപ്പറോട് തേയുന്നത് പോലെ ആക്സോ ബ്ലേഡ് മുറിച്ചാൽ ആക്സോ ബ്ലേഡിന്റെ അരം പോവും. മാസങ്ങളെടുത്ത് എത്ര ആക്സോ ബ്ലേഡ് ഇയാൾ മുറിച്ചു എന്ന കാര്യം ഇപ്പോഴും അറിയില്ല. എന്തായാലും അയാൾ 4 കമ്പി മുറിച്ച് പുറത്തിയാടി. ഈ പറഞ്ഞ പ്രത്യേക സുരക്ഷാ ജയിലിലെ ചുറ്റുമതിലുണ്ട്, അത് ഇയാൾ ചാടി. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ 7.5 മീറ്റർ എന്താണ് മുകളിൽ ഇപ്പോൾ വൈദ്യുതി ഇല്ലെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും വൈദ്യുതി ഇല്ലാത്ത കാര്യം അയാൾക്കറിയാമല്ലോ. ഈ പറഞ്ഞ വൈദ്യുതി ഉള്ള 7.5 മീറ്റർ മതിൽ ഈ ഒറ്റ കൈയും കൊണ്ട് ഈ സാധനം കറക്കി എറിഞ്ഞ് കെട്ടി. സാറേ ഇതെങ്ങനെയാണ് വിശ്വസിക്കുക? എനിക്ക് ഇതെങ്ങനെയാണ് വിശ്വസിക്കുക ഇയാൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നു? ചെയ്യും. അവൻ്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ് സാർ. അവൻ്റെ ബോഡി അങ്ങനെയാണ്. അവൻ നമ്മൾ പിടിക്കുമ്പോൾ ഇവനെ ഞങ്ങൾ കസ്റ്റഡിയിൽ വേണ്ടിയിട്ട് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ കൊടുത്തപ്പോൾ ഇവൻ കോടതിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ പോലീസിന് കസ്റ്റഡിയിൽ കൊടുക്കുന്ന സമയത്ത് എൻ്റെ എക്സ്റേ എടുക്കണം, തിരിച്ച് കൊണ്ടുവരുമ്പോഴും എൻ്റെ എക്സ്റേ എടുക്കണം എന്ന് കോടതിയിൽ അവൻ ഓപ്പൺ കോടതിയിൽ പറഞ്ഞതാ. അതിനുശേഷം തിരിച്ച് ഹാജരാക്കിയപ്പോൾ അവൻ കോടതിയിൽ പറഞ്ഞു, എന്നെ ദേഹോപദ്രവം നടത്തി, എനിക്ക് ബിരിയാണി മേടിച്ചു തന്നില്ല. ഇതൊക്കെയാണ് അവൻ്റെ പരാതികൾ. അങ്ങനെ ഇവന് ബോൾഡാണ് എല്ലാ കാര്യത്തിലും. ഒന്നും അങ്ങനെ തുറന്ന് പറയുന്ന പോലെ ഏത് കുറ്റകൃത്യം ചെയ്യുന്നവനാണ്. കാരണം ഒരു 397 കേസിൽ പിടിക്കപ്പെട്ടിട്ട് ഒളിവിൽ വന്ന സമയത്താണ് ഈ കുറ്റകൃത്യം ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ആ കേസിലേക്ക് വീണ്ടും 10 വർഷം അവന് ശിക്ഷ ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട് കോടതിയിൽ. അപ്പോൾ അത്രയും ഈ പറഞ്ഞ മാതിരി കമ്മം, ഈ ആന്ധ്രാപ്രദേശിലെ കമ്മം, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ, തമിഴ്നാട്ടിലെ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും നിരവധി കേസുകളാണ്. എല്ലാ കേസുകളിലും വ്യത്യസ്ത പേരുകളിലാണ് അവൻ അറിയപ്പെടുന്നത്. ആ കേസുകളിലൊക്കെ ഗോവിന്ദസ്വാമിയാണ് പ്രതിയെന്ന് നമ്മൾ കണ്ടെത്തുന്നത് അവൻ്റെ ഫിംഗർ പ്രിൻ്റ് പരിശോധിച്ചിട്ടാണ്. ചെന്നൈ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിലെ ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ട് മാലതി SIയുടെ അവരുടെ പരിശോധനാ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഗോവിന്ദസ്വാമി, എല്ലാ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പ്രതി ഗോവിന്ദസ്വാമിയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്ന കോടതിയിൽ. ഇതേമാതിരി ഫിംഗർ പ്രിൻ്റ് ട്രേസ് ചെയ്യാൻ പറ്റാത്ത നിരവധി കേസുകളും കൺവിഷനാകാത്ത കേസുകളുണ്ട്. ആ കേസുകളെല്ലാം ഗോവിന്ദസ്വാമി ചെയ്തത് എല്ലാ സ്ത്രീകൾക്കെതിരെയുള്ളതും ഇതുപോലുള്ള റോബറി ആയിട്ടുള്ള കേസുകളാണ്. അപ്പോൾ ഇതിന് ആന്ധ്രാപ്രദേശിൽ കേസുണ്ട്. ആന്ധ്രാപ്രദേശിലെ കമ്മം, ഞാൻ കരുതി ഇവൻ എസ്കേപ്പായ കേരളം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവൻ കമ്മത്തേക്ക് എത്തുമോ എന്നുള്ളൊരു ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. കമ്മം അവന് കുറച്ച് ബന്ധങ്ങളും കാര്യങ്ങളും ഉള്ളതാണ്. ഒറ്റ കാര്യം കൂടി, താങ്കൾ ഫേസ്ബുക്കിൽ ഇതുമായി സമാധാനമായി സൂചിപ്പിച്ചുകൊണ്ടൊരു ഇൻഡ്യൂഷൻ കണക്കെ ഒരു സാധനം പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾ ജയിൽ ചാടിയേക്കാം എന്നൊരു ഉൾവിളി, ഒരു ഉൾത്തോന്നൽ അങ്ങേക്ക് ഉണ്ടായത്? അത് എൻ്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് തോന്നിയതാണ്. ഇവൻ ജയിൽ ചാടും, അതുപോലെ തന്നെ ചാടിയപ്പോൾ എന്നൊക്കെ അന്വേഷണത്തിന് വിളിക്കും, അല്ലെങ്കിൽ ഞാനൊക്കെ കൊണ്ടുവരും എന്നൊരു തോന്നൽ എനിക്കുണ്ടായതാ. അത് അന്ന് എനിക്കുണ്ടായി. കാരണം അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. കാരണം ഇവൻ ട്രയൽ നടക്കുന്ന സമയത്ത് 100 ചില്ലാന സാക്ഷികൾ, 154 സാക്ഷികൾ, നമുക്ക് പ്രോസിക്യൂഷൻ സാക്ഷികളുണ്ട്. അതിൽ നമ്മൾ കുറേ ആളുകളെ ഗീണപ്പ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള സാക്ഷികളുണ്ടായിരുന്നു. അതിൽ സ്ത്രീകളായിട്ടുള്ള സാക്ഷികൾ നിരവധി സാക്ഷികളുണ്ട്. അതിലൊരു ഡോക്ടർ, പ്രായം കുറഞ്ഞൊരു ഡോക്ടർ